കുടുംബം പോറ്റാൻ വേണ്ടി ഗൾഫിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് 2-3 വർഷം കഴിയുമ്പോൾ ലീവിന് വരുന്ന പ്രവാസി തന്നെയാണ് കുറ്റക്കാരൻ എന്നാണ് ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പറയുന്നത്. അതായത് നല്ല വീട്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ, നല്ല വാഹനങ്ങൾ, അതുപോലെ തന്നെ നല്ല ആഹാരങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തവനായ ഭർത്താവ് വെറും ഉണ്ണാക്കൻ എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അതായത് ഭർത്താവ് സ്നേഹം കൊടുക്കുന്നില്ല, ഭർത്താവ് മുത്തയെന്ന് വിളിക്കുന്നില്ല, ഭർത്താവ് മറ്റേ മോളെന്ന് വിളിക്കുന്നില്ല. എന്തൊക്കെ ആരോപണങ്ങളാണ്! അതായത് ഇവിടെ എത്രയെത്ര ആൾക്കാർ, അതായത് ഭർത്താവ് മരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തുന്ന എത്രയെത്ര ആൾക്കാരുണ്ട്. നല്ല നിലയിൽ മക്കളെ വളർത്തുന്ന ആൾക്കാരില്ലേ? ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതായത് ഉത്രജൻ, ഉത്രജ, ഉത്തര എന്നൊക്കെ പറഞ്ഞ് 5 കുഞ്ഞുങ്ങളാണ് ആ അമ്മ വളർത്തിയത്. ഒറ്റയ്ക്കാണാർന്ന് ഒരു പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അവരുടെ അച്ഛൻ ജീവനൊടുക്കിയ കടം കാരണം. അത് കഴിഞ്ഞതിന് ശേഷം ആ അമ്മ ഒറ്റയ്ക്കാണ് വളർത്തിയത്. ആ അമ്മ വേറെ ഒരു കല്യാണം കഴിക്കാൻ പോയില്ല. അമ്മയുടെ ചെറുപ്രായമായിരുന്നു. അമ്മക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചു പോകാം. പക്ഷെ അതൊന്നും പോകാതെ ആ അമ്മ ഒറ്റയ്ക്ക് വളർത്തുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം ഭർത്താവ് സൗദി അറേബ്യയിൽ പോയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം സൗദി അറേബ്യയിൽ നമ്മൾ ടൈയും കോട്ടും ഇട്ടിട്ട് നിൽക്കാനല്ല പോകുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൗദി അറേബ്യയിൽ ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ ടൈയും കോട്ടും ഇട്ടിട്ടുള്ള പണികൾ. ബാക്കി എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നല്ല അധ്വാനമുള്ള പണിയാണ്, വളരെ കഷ്ടപ്പാടുള്ള പണിയാണ്. എന്ത് പണിയായി കഴിഞ്ഞാലും ശരി വളരെ കഷ്ടപ്പാടില്ല സൗദി അറേബ്യയിൽ. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ശരിയാണ്, കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓഫീസ് വർക്കോ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ. ഇതങ്ങനെയല്ല. സൗദി അറേബ്യയിലൊക്കെ കഷ്ടപ്പെട്ട് വന്ന ഭർത്താവിന് ഒരു വിലയും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനോടൊന്നും മൊത്തത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു യുവതി മോനെയും കൊണ്ട് 13 പവനും കൊണ്ട് ഒളിച്ചോടിപ്പോയി, കാണാനില്ല എന്നുള്ളൊരു ന്യൂസ് കാണുന്നതാണ്. അവിഹിതം അവിഹിതം അവിഹിതം. സോഷ്യൽ മീഡിയ മൊത്തം തുറന്നു നോക്കുമ്പോൾ മൊത്തത്തിലും അവിഹിതം എന്നുള്ളൊരു ന്യൂസ് മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിഹിതം സംഭവിക്കുന്നത് എന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. അപ്പോൾ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തുകൊണ്ടാണ് ആ പെണ്ണ് പോകാനുണ്ടായത് സാഹചര്യം എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താ പറയുക, ഒരു നാണയം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുവശവും നോക്കണം അല്ലേ. ആ പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോകാനുള്ള ഈ സാഹചര്യം എന്താണ്. ഇപ്പം അയാൾ പറയുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, സന്തോഷകരമായിട്ട് പോയ ഒരു ദാമ്പത്യ ജീവിതമാണ്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സന്തോഷകരമായിട്ട് പോകുന്ന ഒരു ഇതാണ്, 2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ സൗദിയിൽ പോയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പുറമെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാണ്. ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമേ ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പുറമേ കാണുന്നവർക്കൊന്നും ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഇരുന്നിട്ട് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് മറ്റൊരാളുടെ ജീവിതം കാണുന്ന സമയത്ത് അവർ നമ്മുടെ കണ്ണിലൂടെ കാണുന്ന സമയത്ത് അവർ ഹാപ്പിയാണ്, അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ ആ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. പുറമേ ഒരാൾക്കും അത് നോക്കിക്കാണാൻ കഴിയില്ല. അതാണ് വാസ്തവം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ കൂടി മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു വ്യക്തതയിൽ എത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോഴേക്കും ഒരാളെ കുറ്റം പറയുന്ന ഒരു രീതി നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സഹോദരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം പറയുന്ന കേൾക്ക്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ത്രീയെയും ആ 3 മക്കളെയും എന്ന് പറഞ്ഞാൽ അനാഥരാക്കിക്കൊണ്ട് ഒരുത്തനെയും കൊണ്ട് ഒളിച്ചോടുന്നതാണോ അതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി? അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. അതായത് മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് കൊണ്ടുവന്നതാണോ ഇതൊരു പ്രതിവിധി? അല്ല, എല്ലാവരും വീട്ടിൽ പ്രശ്നമില്ല ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എന്നാൽ വേറിയടിങ് ഉണ്ടോ നോക്കാം എന്നുള്ളതാണോ ഇതിൻ്റെ പ്രതിവിധി? ഒരു മണ്ണാങ്കട്ടിയല്ല എൻ്റെ സഹോദരി, ഒരു മണ്ണാങ്കട്ടിയല്ല. ഇയാൾ ഉണ്ടാക്കി കൊടുത്ത ഇയാളെ 13 പവനും മകനെയും കൊണ്ടുപോകാൻ ആ സ്ത്രീക്ക് എന്താണ് അധികാരം? ആ സ്ത്രീക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പോകാലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഇപ്പോഴിവരെ കുറ്റപ്പെടുത്തരുത് എന്നാണ് ഇവർ പറയുന്നത്. കുറ്റപ്പെടുത്താൻ പാടില്ല, നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. അതായത് പോയി കഴിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവറ്റകളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഈ 13 പവൻ കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഭയമാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണം. അതായത് ഇവർ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ അവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവൻ വരെ അപകടത്തിലാകും. അതുകൊണ്ടാണ് ഈ ഭർത്താവ് പറയുന്നത് ആ കുഞ്ഞിനെയെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം.
അതിനു വേണ്ടിയിട്ടാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ വെച്ചിട്ട് എങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിക്കോളാം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ? എന്നാലും കല്യാണം കഴിക്കാതെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെയും ഒളിച്ചോടിയാൽ പോരെ? അല്ലെ കല്യാണം കഴിക്കാതെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കണ്ടുപിടിച്ചിട്ട് ഇതാ ഞാൻ ഇനി നിങ്ങളുടെ കൂടെയില്ല ഞാൻ പോകുന്നെന്ന് പറഞ്ഞാൽ പോരെ? അല്ലാതെ ഇമാതിരി തൊട്ടിത്തരത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ടാ? അയാൾ വരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, അയാൾ ലീവിന് വരാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവരിടുന്ന് ഓടിയത്. ആ തൊട്ടിത്തരത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ തൊട്ടിത്തരത്തിന് എന്തുകൊണ്ട് നിന്നു? ഇവരെ പോലെയുള്ള ആൾക്കാർ കുറച്ച് ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ടുണ്ട്. അതായത് ന്യായീകരിക്കുക. ആ മനുഷ്യൻ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടതിനോ അല്ലെങ്കിൽ ഇവരെ പോറ്റാൻ വേണ്ടിയിട്ട് പണിയെടുത്തതിനോ യാതൊരു വിലയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല വീഡിയോയിലും പറയുന്നൊരു കാര്യമുണ്ട്. രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ അധ്വാനിച്ചിട്ട് കുടുംബം പോറ്റുന്നവൻ്റെ മുന്നിൽ ഭാര്യ പറയുന്നത് എനിക്ക് സ്നേഹം തരുന്നില്ല എന്നാണ്. അതായത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 അല്ല 15 മണിക്കൂർ പണിയെടുത്താൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വലിയ പാടാണ്. ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഒരാണിന് നേരിടേണ്ടി വരുന്നത്. അതൊന്നും വീട്ടിലിരിക്കുന്ന ചില സമയത്തെന്ന് പറഞ്ഞാൽ ഇവരെ പോലെയുള്ള, ഇവരല്ല, ആ ഒളിച്ചോടിയെ പോലെയുള്ള ആ സ്ത്രീക്കൊന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കലാണ്. എന്താ അറിയാം, അവർക്ക് വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, അവർക്കെന്തോ ഭർത്താവിൻ്റെ അടുക്കുന്ന എന്തോ പ്രശ്നം, എന്ത് മണ്ണാകട്ടിയുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനുള്ള പ്രതിവിധിയാണോ ഇത്? ബാക്കി കൂടി നോക്കിയിട്ട് വരാം എന്താ പറയുന്നതൊന്നും അംഗീകരിക്കാനൊന്നും പറ്റൂല. കൂടുതലും മുസ്ലിങ്ങളിലാണ്, താത്തമാരിലാണ് ഈ ഒരു ഇത് കാണുന്നത്. 35-40 വയസ്സിനിടയിലാണ് ഈ ഒരു ഒളിച്ചോട്ടം കാണുന്നത്. കല്യാണം കഴിഞ്ഞ് മക്കളായവരിലാണ് ഈ ഒരു ഒളിച്ചോട്ടം കാണുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ ദാമ്പത്യ ജീവിതത്തിൽ എന്താ പറയുക, ഒരു പൊരുത്തക്കേടുകൾ പറയുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ തുറന്ന് സംസാരിക്കുക. അല്ലാതെ നമ്മൾ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭാര്യ മനസ്സിൽ വയ്ക്കും, ഭർത്താവിന് പറയാനുള്ളത് ഭർത്താവ് മനസ്സിൽ വയ്ക്കും. പിന്നെ നമ്മൾ ഭാര്യമാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭർത്താവ് കേൾക്കാനും അവർ സമയം കണ്ടെത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യൻ്റെ മേൽ മാത്രം ചുമത്തപ്പെടുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. അപ്പം എനിക്ക് ആ മക്കൾ വയറ്റിലിട്ട് അവർ വരുമ്പോൾ തന്നെ കൊണ്ടുവന്ന രീതിക്ക് നിൽക്കുന്ന ആ ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കളാണ്, നിങ്ങളുടെ മക്കളെ നോക്കാൻ ബാധ്യസ്ഥ നിങ്ങളാണ്, ഭർത്താക്കന്മാരാണ്. ഭാര്യമാർക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഭാര്യമാരെ ഞാൻ ഇതായിട്ട് പറയില്ല, ഭാര്യമാരെ ചിലവും നോക്കണം, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൂടി ഭാര്യമാരിൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് എന്താണെങ്കിലും മെൻ്റൽ പ്രഷർ താങ്ങാൻ വയ്യാതെ എവിടെന്നെങ്കിലും കുറച്ച് എന്താ പറയുക മോഹന വാഗ്ദാനങ്ങളായിരിക്കും. ഇപ്പോൾ അവിഹിതം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു പ്രവണതയായിട്ടേ ഞാൻ പറയുന്നില്ല. എന്താ ചോദിച്ചാൽ അതിൽ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി 3 മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ 3 മക്കളെ ഉപേക്ഷിച്ചവൻ എവിടെന്നോ ഒരു എന്താ പറയുക, 1 മാസത്തെ പരിചയം അല്ലെങ്കിൽ 2 മാസത്തെ പരിചയം വെച്ചിട്ട് ഒരു പെണ്ണിനെ സ്വീകരിച്ചുവെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ പെണ്ണിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രയും വർഷം ഉണ്ടായിരുന്ന ഭാര്യ മക്കളെ ഉപേക്ഷിക്കാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാത്തവൻ ഈ ഇന്നലെ കണ്ട ഈ പെണ്ണിനെയും അതിൽ പറഞ്ഞ മകനെയോ അല്ലെങ്കിൽ മകളെയോ സ്വീകരിക്കാൻ തയ്യാറാവും. 13 പവനും കൊണ്ടാണ് പോയി എന്ന് പറയുന്നുണ്ട്. ആ 13 പവൻ തീരുന്നവരെ ഉള്ളതായിരിക്കും ഈ അവിഹിതത്തിൻ്റെ ഇത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പും ഇല്ലാതാവും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, ഒരു റിലേഷനിലോട്ട് വേറൊരു റിലേഷനിലോട്ട് ഒരു പെണ്ണ് പോകുന്നുണ്ട് എങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത അവിടെയാണ് എനിക്ക് പിടിക്കാനുള്ളത്. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ മാത്രമാണ് ഒളിച്ചോടുന്നത്. ഒരിക്കലുമല്ല. അതായത് എല്ലാ മുസ്ലിം സ്ത്രീകളും ഒന്നും ഒളിച്ചോടുന്നൊന്നുമില്ല, എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഒളിച്ചോടുന്നൊന്നുമില്ല. ഒരുപാട് പേര് ത്യാഗത്തിൻ്റെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്, ഹിന്ദുവിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യനിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് ഈ ഒളിച്ചോട്ടം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വിഭാഗം ആൾക്കാർ മാത്രമാണ്, ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് ഈ ഒളിച്ചോടാനുള്ള തീരുമാനമെടുക്കുന്നത്. അത് ഈ തരികിട എന്ന് പറയുന്നില്ല, അത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ തരികിടകൾ ഉണ്ടാകും. ആ തരികിട തന്നെയാണ്. ഇപ്പം ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹങ്ങൾ അന്യ പുരുഷനിൽ നിന്നും കിട്ടുമ്പോഴേ അതിൻ്റെ അകത്തങ്ങ് വീണു പോകും എന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ പൊന്നുമക്കളെ, ഈ കാമുകന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഇങ്ങനെ വിതറി കൊടുക്കുകയേ വേണ്ടൂ. അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് സ്നേഹം മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. അത്യാവശ്യം ചില്ലറി അവരുടെ പോക്കറ്റിലേക്ക് വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഏത് സമയത്തും വിളിക്കാം. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു സ്ത്രീ പറയുന്നതല്ലേ, അതായത് ഭർത്താവിന് പോലും ചോദിക്കാൻ കഴിയാത്ത സ്നേഹമുണ്ടോ, സ്നേഹമില്ലാത്ത കാര്യങ്ങൾ കാമുകൻ ബെസ്റ്റി ചോദിക്കുന്നുണ്ട്.
ബെസ്റ്റ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചോ, കുളിപ്പിക്കണോ, എവിടെയാണുള്ളത്, എന്താണ് ഉടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ ഉമ്മ വേണോ, ഇതൊക്കെയാണ് ബെസ്റ്റ് ചോദിക്കുന്നത്. അതായത് ഇവന്മാർക്ക് ഇത് മാത്രമേ പണിയുള്ളൂ, വേറെ ഒരു പണിയില്ല. ഇവന്മാർക്ക് ഇങ്ങനെ കൊടുക്കുക മാത്രമേ വേണ്ടൂ, അല്ലാതെ വേറെ ഒന്നും വേണ്ട. അവർക്കിങ്ങനെ എന്ന് പറഞ്ഞാൽ സ്നേഹം ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുവാണെന്ന്. നമ്മളെ സ്റ്റെഫ് പിള്ള പറയുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുക സ്നേഹം. അല്ലാതെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി വാങ്ങിച്ചു കൊടുക്കണ്ട, അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ പൈസ കൊടുക്കണ്ട, വീട്ടിൽ ലോൺ അടക്കണ്ട, വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ട, വണ്ടീൻ്റെ ലോൺ അടക്കണ്ട, ഇതൊന്നും വേണ്ട. ഇതെല്ലാം ചെയ്യേണ്ടത് ഭർത്താവാണ്. അയാൾ എവിടെയെങ്കിലും പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് മൊത്തം ഇത് ചെയ്തു കൊടുക്കുമ്പോഴേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് എവിടെ നിന്നെങ്കിലും വരും. ആ ബെസ്റ്റിയാണ് പിന്നെ ഇവർക്ക് ദൈവം. പിന്നീട് ഇയാളെ കുറ്റങ്ങൾ പറയുകയാണ്. അതായത് ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇയാൾക്കെന്തും ടെൻഷനാണ്, ഇയാൾക്കെന്തും വിഷമമാണ്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു സ്ത്രീയുടെ ഭാര്യ, അല്ലാതെ ഒരു സ്ത്രീയുടെ അനുജത്തിമാരെ വരെ കല്യാണം കഴിപ്പിച്ചു വിട്ട ഒരാൾ, അവരുടെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടതെന്ന് പറഞ്ഞാൽ ഈ മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ച ആളാണ്. അയാൾ ഗൾഫിലായിരുന്നു. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ അങ്ങ് ഒളിച്ചോടിപ്പോയി. ഈ അനിയത്തിമാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 വർഷമായിട്ടും അവരോട് മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. അവർ തിരിച്ചു വന്നിട്ട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 പേരും അടുത്തില്ല. ഇവർ 3 പേരും ഇപ്പോഴും ആ മനുഷ്യനോടും അയാളുടെ പുതിയ ഭാര്യയോടുമാണ്, അവരെയാണ് ശരിക്കും പറഞ്ഞാൽ ജ്യേഷ്ഠത്തിയായി കണ്ടത് എന്നുള്ളതാണ്. അത്രമാത്രം വെറുത്തു. ഇതിപ്പോഴും ഈ സ്ത്രീക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഓൻ 13 പാവം തീർന്നു കഴിഞ്ഞാൽ ഓനങ്ങ് ഒഴിവാക്കും. ഓൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ഓന് ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ബെസ്റ്റുകൾ ഉണ്ടാകും. ആ ബെസ്റ്റുകളാണ് ഇവൻ്റെ ഒരു ബിസിനസ്. ഇതാണ്. ഇനിയിപ്പോൾ ഇവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം ഇതാണെന്ന് ഇവൻ്റെ ഭാര്യയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുമാത്രവുമല്ല, അറിയാമായിരിക്കാം. അതുമാത്രവുമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കലായിരിക്കും ആ സ്ത്രീ ചിലപ്പോഴേ. അപ്പം ഇവനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ പ്രശ്നമുണ്ട്, ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ചെകുത്താന്മാർ അടുക്കുന്നത്. അതും വേറൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരുത്തൻ നമ്പർ തെറ്റി വിളിച്ചിട്ട് ഉടായിപ്പായിരിക്കും. ഇന്നാളല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുക. അയ്യോ ഇന്നാളല്ലേ, അപ്പം ഞാൻ ഇന്നാളാന്ന് പറയും. അവിടെ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ സല്ലാപങ്ങൾ കാര്യങ്ങളും ആ ഓപ്പോസിറ്റ് റിലേഷനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവർ പോകുന്നത്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പം ഇന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് കുറേ സ്വത്തോ സമ്പാദ്യമോ സ്വർണ്ണോ മുതലോ ഒന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലും നിവർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണുങ്ങൾ അത്രേ വില കൊടുക്കുകയുള്ളൂ. അവർ ആ ഒരു ഇതേ കൊടുക്കുകയുള്ളൂ. അവർ അതിൽ കൂടുതലൊന്നും കൊടുക്കാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഈ വിശാൽ മീഡിയ പറഞ്ഞതിൽ 100% യോജിക്കുകയാണ്. അപ്പം കൂടുതലും ഈ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ ഒരു ഇങ്ങനെ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഡംബരം ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യം പുറത്ത് പോകണം. ശരിയാണ്, പല ഇതിലും പറയും നമ്മൾ അയൽപക്കത്തെ കണ്ട് ഇതാകരുത്. ശരി, നമ്മൾ അയൽപക്കത്തെ കണ്ട് പഠിക്കുകയല്ല, എങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചില മര്യാദകളും ചില കാര്യങ്ങളുണ്ട്. അത് കിട്ടാതാവുമ്പോൾ ഇതുപോലെ വഴുതി. അതായത് ഇവര് വീണ്ടും പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നം. ഒരു തേങ്ങാക്കൊലിയല്ല എൻ്റെ പൊന്നു സഹോദരി, ഇത് എല്ലാത്തിലും ഉണ്ട്. ആദ്യം തന്നെ പറയുന്നത് കേൾക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അതായത് തെറ്റ് തന്നെയാണ്. ഒരു മനുഷ്യൻ പോയിട്ട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അയാളുടെ സുഖം വേണ്ടി മാത്രമല്ല പോകുന്നത്. അതായത് കുടുംബാംഗങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾ അറബിക്കഥ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ കണ്ട ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സീനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകാതിരുന്ന് കഴിഞ്ഞാൽ ആ പൈസയ്ക്കും കൂടി സ്വർണം വാങ്ങിച്ചു കൊടുക്കാലോ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ മനുഷ്യൻ്റെ കഥ. അതുപോലെയുള്ള ഒരുപാട് ബാപ്പമാർ നമ്മുടെ ഗൾഫ് കൺട്രിയിലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ആൾ ത്യാഗമാണിത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടായിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല. ഒരു പരിധി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം തന്നെയാണ്. അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ ഭർത്താവ് എനിക്ക് സ്നേഹം തരുന്നില്ല, എന്നാൽ പിന്നെ ഓനെ കെട്ടിയിട്ട് വേഗം പോവുക, അല്ലെങ്കിൽ ഓനെ നേരെ കണ്ടുപിടിക്കുക. ഇതൊന്നും അല്ല. എന്ത് വൃത്തികെട്ട പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമാതിരി തോന്നിയവാസ് തൊട്ടിത്തരത്തിന് നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തു പോവുക. ഒരാളും ഒളിച്ചോടി പോയിട്ട് ഇതുവരെ നന്നായിട്ടില്ല. അതായത് ഒരാൾ പോലും നന്നായിട്ടില്ല. ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നവും കൂടാതെ ഈ ഇതിൻ്റെ കൂടെ പോയ ആ പുള്ളിക്കാരനുണ്ടല്ലോ, ആ ഒരു വട്ടാവളിയൻ, അവൻ്റെ വീട്ടുകാർ സ്വീകരിക്കും, ഉറപ്പാണ്. പക്ഷേ ഈ സ്ത്രീ ഇനി അങ്ങോട്ട് വഴിയാധാരമായി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല. അതാണ് എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്, എത്ര പ്രശ്നങ്ങളാണ് കാണുന്നത്. എന്നാലും ചില ആൾക്കാർ, അതായത് ഇവരെ ഈ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പിന്നെ ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് കഴുകൻ കണ്ണുകളെ പോലെ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണമായിരുന്നു. ഏത് സമയത്തും ഈ കഴുകന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് ചാടി വീഴും. അവരെ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കണമായിരുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യരുത് ഒരു കാരണവശാലും. ദൈവത്തെ ഓർത്തിട്ട് ഈ എന്താ പറയണ്ടേ, ഈ ഒളിച്ചോടുന്നത് ഭർത്താവിൻ്റെ ഇത് കിട്ടായിട്ട് അന്നുള്ള സപ്പോർട്ട് ഒരിക്കലും ചെയ്യരുത്. വളരെ മോശം തന്നെയാണ്. ആ മനുഷ്യൻ എവിടെ പോയി കിടന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അയാൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. കുബൂസും പരിപ്പും കറിയും തിന്നിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. നന്ദി, നമസ്കാരം. പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം.